എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ നമ്മുടെ ശക്തിയിൽ നിന്ന് കളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദ് നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഓർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ മുടിയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, 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 അനുഗ്രഹങ്ങളുടെ വാതിലുള്ള നേരെ നീ അടച്ചു കളയരുത്. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ദൈവമേ, പരിശുദ്ധനാകുന്നു. ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിലുള്ള മാമോദീസ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിൽ വന്ന് ആവർത്തിച്ച് നീക്കും പ്രാർത്ഥമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം
ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ജനസിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കയറൊന്ന് പിടിച്ച്. അതെ, അല്ല അവിടെ കൂടുതല ഗ്രിപ്പിൽ കൂടെ കയറും കളഞ്ഞു കയർ കിട്ടുകയില്ല. പിന്നെ ഇവിടെ മനസ്സിലായി കയറും കളഞ്ഞു കയറും കളഞ്ഞു. ഫ്രണ്ടിലിട്ടോ അത്രേ ഉള്ളൂ. അതിനകത്ത് കോർത്തെടുക്കാം. രാജേഷിനെ രാജേഷിനെ നല്ലതായിട്ട് ബലത്തോടെ പിടിച്ചെടുക്കണം. ഡിസിപ്ലിൻ അതെ, ഒരേ രീതിയിൽ എടുക്കണം. ഈ കയറും കൂടി പിടി. ഈ കയറില്ല, വെയിറ്റ് കൂടുതൽ. പോക്കറ്റിരിക്കുന്ന സാധനമൊക്കെ കയറ് 50-50 പിടിച്ചൂടെ? നല്ല ആഴമുണ്ട്. ഇത് രണ്ടും ചേർത്ത് ആ 50% പിടിച്ചിടേ. അല്ല പിന്നെ അത്ര 12 അരിയുണ്ട്. ഒരാളോട് ഈ കയറിൽ ഒരാളോട് പിടി. അങ്ങനെ പിടിക്കണേ, അങ്ങനെ പിടിക്കണം. വെയിറ്റ് കൂടുതലാണെന്ന് വെയിറ്റ് അവിടെ അങ്ങനെ വെയിറ്റ് ഇവിടെ കിടക്കുന്നത്. കുഴപ്പമില്ല, പുള്ളി ഓക്കെ. ആ ഇതിനകത്താ കൊടുക്കുന്നത്. അല്ല, അവിടെ ഒരു കയർ കൂടെ ഉണ്ടായിരുന്നില്ല. സോൾവ് ആയി. 3 കയറുണ്ട്. നമ്മൾ കയറ് വേണ്ട. ഇനി അങ്ങോട്ട് പറ്റേ കണ്ണാടി എങ്ങനെയും എടുക്കാൻ എടുത്തു എടുക്കണ്ട കളഞ്ഞത് 30 രൂപ. അമ്മ പിടിച്ചോണേ. അതെ അതെ, അങ്ങോട്ട് പോയേ. അതെ, പറഞ്ഞത് കല്യാണമുണ്ടെങ്കിലാ മോളെ മാറി മോളെ
പോലീസുകാരൊന്നുമില്ല, എല്ലാം പ്രളക്കാർ. ഇനി എന്നെ കാണാനാ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു മഴക്കാറ് എന്നാന്നറിയോ അതാദ്യം പിടിച്ചു വെക്കുക. ആദ്യം പിടിച്ചു വയ്ക്കുക, പിന്നെ നിങ്ങൾ അടിച്ചു അതവിടെ വെക്കുന്നത്. കൈകളല്ല തിരിച്ചു വെള്ളയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാണണം. പള്ളിയിലൊന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാനിവിടെ നടന്നു പോകുന്ന